ഹലോ ഗായ്സ്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ അങ്ങനെ അധികം വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. ആകെ ഒരൊറ്റ വീഡിയോ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കുറച്ച് മുന്നേ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. പിന്നെ ഞാൻ ഈ ഒരു നീഷിൽ, അതായത് എൻ്റെ ഈ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഫിറ്റ്നസ്, പിന്നെ ആ ഒരു നീഷിൽ ഞാൻ ഇംഗ്ലീഷിൽ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് സെപ്പറേറ്റ് ചാനലുകളാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഞാൻ മലയാളത്തിൽ അങ്ങനെ കുറേ ആയി വിചാരിക്കുന്നത് ചെയ്യണമെന്ന്. പിന്നെ അതങ്ങനെ ചെയ്യാണ്ട് അങ്ങനെ പോയി. പിന്നെ ഇതിപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള പോലെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ മലയാളത്തിൽ എനിക്ക് ഈ വീഡിയോസ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് എന്താ സംസാരിക്കേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. പിന്നെ ഈ ഒരു നീഷിൽ ഞാൻ ചെയ്യുന്ന എൻ്റെ ഡേ ടു ഡേ ലൈഫിലെ എന്താ കാര്യങ്ങൾ, പിന്നെ അതുപോലെ ഞാൻ ഈ ഒരു ജേർണിയിൽ പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഇതെല്ലാം ഷെയർ ചെയ്യണമെന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ ബ്രദേഴ്സിനോടും അവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട് ഇങ്ങനെ അത് ചെയ്യുന്നൊക്കെ. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തായാലും മലയാളത്തിലും ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഇത് തുടങ്ങുന്നത് തന്നെ. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും നോക്കാനും കണ്ടിരിക്കാനൊക്കെ ഒരു രസമല്ലേ. അപ്പം അങ്ങനെയാണ് ഈ ഒരു ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കും എന്നെ അറിയാൻ ചാൻസ് ഇല്ല. എൻ്റെ പേര് ഹജാസ്. ഞാൻ UK ഇപ്പോൾ താമസിക്കുന്നത്. ഞാനിപ്പോൾ ഏകദേശം ഒരു 5 വർഷം, 2019 5 വർഷമാണ് ഞാൻ UK വന്നിട്ട്. ഞാൻ സ്റ്റുഡൻറ്റ് വിസ ആയിട്ട് അങ്ങനെ വന്നതാണ്. പിന്നെ ഇപ്പോൾ വൈഫ് ഇവിടെ തന്നെ ഉണ്ട്. ഞങ്ങളിപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. അതിൻ്റെ ഇടയിൽ ഈ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്, പിന്നെ അതുപോലെ ഫിറ്റ്നസ്, പിന്നെ ഒരു മുസ്ലിം എന്നുള്ള രീതിയിൽ ദീനിനെ ലൈഫിൽ കുറച്ചും കൂടിയും ഒന്ന് കൊണ്ടുവരാനും അതെല്ലാം നോക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും പെർഫെക്റ്റ് ആവുന്നില്ല, അതുപോലെ ഞാനും പെർഫെക്റ്റ് ഒന്നും ആയിരുന്നില്ല. ഇപ്പോൾ ദീനിനെ കുറച്ചും കൂടിയും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ ഒരു ജേർണി തുടങ്ങിയിട്ട് ഏകദേശം 2023 എൻഡോട് കൂടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് എന്താണെന്ന് അറിയുന്നതും, പിന്നെ അതുപോലെ കുറേ കാര്യങ്ങൾ പഠിക്കുന്നതും, സ്വന്തമായിട്ട് ബിസിനസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതും. അതിൽക്കൊക്കെ ഇറങ്ങുന്നത് ഈ ഒരു പീരീഡിലാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നതൊന്നുമല്ല ഈ ലോകത്ത് നടക്കുന്നത്, അതൊക്കെ വേറെയാണ്. അതൊക്കെ അറിയാനും ഇതൊക്കെ എന്താ പറയുക, ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിലാക്കണം. ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. എല്ലാതും പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയില്ല, എല്ലാതും അറിയുമെന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് അതൊന്നും എവിടെയും പഠിപ്പിക്കാത്ത കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ ഒരുപാട് പേര് ഈ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഡിസ്കവർ ചെയ്ത് വരുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഹെൽപ്ഫുൾ ആക്കാനും, പിന്നെ അതുപോലെ പഠിച്ച കാര്യങ്ങൾ ഷെയർ ചെയ്യാനും, അതൊക്കെയാണ് ഞാൻ ഈ ഒരു എന്താ പറയുക വീഡിയോസും ഈ യൂട്യൂബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ പണ്ട് തൊട്ടിട്ട് ഈ വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ ഈ പറഞ്ഞ ട്രാവൽ വീഡിയോസ്, അതുപോലെ എഡിറ്റ് ചെയ്യാനും ഇതിലൊക്കെ നല്ല താല്പര്യമുണ്ട്. പണ്ട് ഒരുപാട് വീഡിയോസ്, ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുറത്ത് പോകുമ്പോഴും ഈ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ എടുത്ത് അത് എഡിറ്റ് ചെയ്യുക, അത് ഇൻസ്റ്റയിലൊക്കെ ഇടുക. അങ്ങനെ ആ ഒരു ഇതിലായിരുന്നു ഞാൻ പോയിരുന്നത്. പിന്നീടാണ് ഇപ്പോൾ ഇതിലേക്കൊക്കെ മാറി ആ ഒരു ടൈപ്പ് ഓഫ് വീഡിയോഗ്രാഫി എന്നൊക്കെ മാറി ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് വരുന്നത്. ഇപ്പം ഞാനത് ആലോചിക്കുന്നത്, ഞാൻ എന്തുകൊണ്ട് ഇതുപോലെ ഒരു ചാനൽ തുടങ്ങി, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ ഒരു ഇതിലേക്ക് വന്നില്ല എന്നാണ് ഇപ്പോൾ എൻ്റെ ആ ഒരു ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും, ഒരു കൺസേൺ എന്നുള്ള പോലെ ഇങ്ങനെ ആലോചിക്കും. പക്ഷേ ആ സമയത്ത് സംസാരിക്കാനോ അതിനുള്ളൊരു ഗട്ട്സിൽ ഇപ്പോഴും സംസാരം ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആണെന്നോ അല്ലെങ്കിൽ ഞാൻ പ്രോപ്പറായിട്ട് സംസാരിക്കേണ്ടതൊന്നും എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല. പിന്നെ അതുപോലെ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ കോണ്ടന്റ് ക്രിയേഷനുകൾക്കും കാര്യങ്ങൾക്കും ഇറങ്ങണം. പിന്നെ അതുപോലെ ഇപ്പം ഞാൻ ചെയ്യുന്ന എൻ്റെ ആ ഒരു ജേർണി എന്താണെന്നുള്ളത് എനിക്ക് ഒരു ഡിജിറ്റലി റെക്കോർഡ് ചെയ്ത് എനിക്ക് ഫ്യൂച്ചറിലേക്ക് ഇത് ആവശ്യമുണ്ടെന്നുള്ളൊരു രീതിയിലാണ് ഇതിലേക്ക് വന്നതും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സിമിലറായിട്ട് പോണ കുറേ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഒരുപാട് പേര് ഇപ്പോൾ ഈ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് അതുപോലെ ഇതിലേക്കൊക്കെ ആയിട്ട് പോകുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഹെൽപ്ഫുൾ ആവും എന്നൊക്കെ വിചാരിച്ചിട്ട് ആണ് ഞാനിപ്പോൾ ഇത് തുടങ്ങുന്നത്. ഇപ്പോഴത്തെ രാവിലെ എണീറ്റു, ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഫേസ് വാഷും കാര്യങ്ങളൊക്കെ ചെയ്ത് സ്കിൻ കെയറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണം. ബ്രേക്ക്ഫാസ്റ്റ് സാധാ ഒന്നും കാര്യമായിട്ട് ഞാനങ്ങനെ അധികം ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിക്കുന്ന ഒരു വ്യക്തിയല്ല. ഇപ്പോൾ കഴിക്കുകയാണെങ്കിൽ തന്നെ
ഒരു 4 എഗ്ഗ് അല്ലെങ്കിൽ അങ്ങനെ നട്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ആണ് കൂടുതലും ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഉണ്ടാവുക. പിന്നെ ഒന്നില്ലെങ്കിൽ കോഫി അല്ലെങ്കിൽ മാച്ച ഇതാണ് കഴിക്കുക. ഇന്ന് ഇപ്പം നമുക്ക് മാച്ച ഉണ്ടാക്കാം. ഇതാണ് എൻ്റെ കോഫി സ്റ്റേഷൻ. ഇത് ഞാൻ ആഗ്രഹിച്ചു വാങ്ങിച്ചിട്ടുള്ള ഒരു കോഫി മെഷീനായിരുന്നു. പക്ഷേ കാലങ്ങളായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യലേ ഇല്ല. പിന്നെ അതുപോലെ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞാൻ ഈ ഒരു ഡ്രിങ്ക്, ഇലക്ട്രോലൈറ്റിൻ്റെ ഡ്രിങ്ക് ഞാൻ കുടിക്കലുണ്ട്. അത് ഇപ്പോൾ ഒരു ഏകദേശം ഒരു 6 മാസത്തോളമായിട്ട് ഞാൻ ഈ ഒരു ഡ്രിങ്ക് എപ്പോഴും കുടിക്കും. ഇതിപ്പോൾ സ്റ്റാർട്ടിങ് ഒരു ബേസിക് ഒരു ചെറിയൊരു വീഡിയോ പോലെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇന്നത്തെ മൊത്തം കാര്യങ്ങൾ അതൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തുന്നില്ല. അത് ഇൻഷാ അല്ലാഹ് ഞാൻ അത് അടുത്ത വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ ഞാനത് ചെയ്യാൻ നോക്കാം. ഇപ്പം എൻ്റെ ഒരു വീക്കെൻഡ് റൂട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് അപ്പാർട്ട്മെൻറ്റൊക്കെ ഒന്ന് പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്ത്, സാധാരണ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവൽ വളരെ കുറവാണ്. ഇപ്പോൾ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വീക്കെൻഡിലൊക്കെ വൈഫ് ഒരുമിച്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരുമിച്ചുള്ള സമയത്ത് ഒരുമിച്ച് ക്ലീൻ ചെയ്യില്ലെങ്കിൽ ഞാൻ ക്ലീൻ ചെയ്യും. അങ്ങനെ മാറി മാറി ചെയ്യലുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ജിമ്മും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സ്പെൻഡ് ചെയ്യും. പിന്നെ അതുപോലെ നമ്മളുടെ ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സ്പെൻഡ് ചെയ്യും. കൂടുതലും വീക്കെൻഡ്സിൽ ഞാൻ അങ്ങനെ പുറത്തു പോലൊക്കെ ഇപ്പോൾ ഭയങ്കര കുറവാണ്. പിന്നെ എൻ്റെ ഈ ഒരു ചാനലിൽ കൂടുതലും ഇങ്ങനത്തെ എൻ്റെ ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് അല്ലെങ്കിൽ എൻ്റെ ഡേ ടു ഡേ ലൈഫ് എങ്ങനെയാണ്, പിന്നെ അതുപോലെ ഞാൻ എങ്ങനെ എൻ്റെ ഈ ഒരു ബിസിനസ് എങ്ങനെ വളർത്തണം, പിന്നെ അതുപോലെ എൻ്റെ ഒരു ഞാനൊരു ഡോക്യുമെൻ്റ് ചെയ്യാനാണ്, എൻ്റെ ലൈഫ് എന്താണെന്ന് ഡോക്യുമെൻ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഈ ഒരു നീഷിലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് അതുപോലെ ഫിറ്റ്നസ് ഇതിൽക്കൊക്കെ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ വീഡിയോസ് കാണുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ഇൻഷാ അല്ലാഹ് ഇനിയും കൂടുതൽ വീഡിയോസ് ഇടും. അപ്പോൾ until next time, see you all.